ഹായ് ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ എങ്ങനെയാണ് പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ടത് എന്നാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി 4ാമത്തെ പാർട്ട് വീഡിയോയിൽ IBPMS എങ്ങനെയാണ് ഒരു പുതിയ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫീസ് 30 രൂപ അടയ്ക്കുക, അതുപോലെ തന്നെ സ്ക്രൂട്ടനി കഴിഞ്ഞു വന്നിട്ടുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ വിശദമായി തന്നെ പാർട്ട് 4 ഞാൻ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ശേഷം നമ്മൾ പലരും ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങി, അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് പെർമിറ്റ് ഫീസ് അടയ്ക്കുക, എങ്ങനെയാണ് അടയ്ക്കുക, മറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നിരന്തരം ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്ക്രൂട്ടിനി കഴിഞ്ഞ് 4ാമത്തെ പാർട്ട് എൻഡ് ചെയ്യുന്നത്, സ്ക്രൂട്ടിനി കഴിഞ്ഞ് നമ്മൾ സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ 4ാമത്തെ പാർട്ടിലെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോസ് അതിൽ നോക്കി കഴിഞ്ഞാൽ ഔട്ട് ബോക്സിലാണ് നമ്മുടെ ആ ഫയൽ കിടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫയൽ അതിന് ശേഷം നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ എന്ത് വന്നു, ഇൻസ്പെക്ഷൻ, അതായത് ക്ലർക്കിന്റെ സെക്ഷനിലേക്കാണ് ആദ്യം ഫയൽ പോവുക. അതിനുശേഷം ആരാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓവർസിയർ അടുത്തേക്ക് ഫയൽ പോകും. ഇപ്പോ ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ സബ്മിറ്റ് അതിന്റെ ഹാർഡ് കോപ്പി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. 3 കോപ്പി അതിൽ നിന്ന് കിട്ടുന്ന പ്രിന്റ്, ഓൾറെഡി ഈ പറയുന്ന പേജിൽ നിന്ന് കിട്ടുന്ന പ്രിന്റ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം, ലൈസൻസിയുടെ കോപ്പി, ആധാരം, ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളൊരു പ്ലാൻ പെർമിറ്റിന് സബ്മിറ്റ് ചെയ്യുന്ന അതേപോലെ ഫയൽ നമ്മൾ സെക്ഷനിൽ സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് ക്ലർക്കിന്റെ അവിടെ നിന്ന് എങ്ങോട്ട് പോയി, ഓവർസിയർ അടുത്തേക്ക് പോയി. ഓവർസിയർ സൈറ്റ് ഇൻസ്പെക്ഷന് ഡേറ്റ് തന്നു, അദ്ദേഹം സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തു. മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് ഫോർവേഡ് ചെയ്തു. ആർക്കാണ്? എയിലേക്കാണ് കൊടുത്തത്. അപ്പോൾ ഇത് വലിയൊരു പ്ലാൻ അല്ലാത്തതുകൊണ്ട് തന്നെ എ ആണ് നമുക്ക് ഫൈനൽ അപ്രൂവൽ തരേണ്ടത്. ഓക്കെ, അപ്പൊ എയുടെ അടുത്ത് നിന്ന് അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഔട്ട് ബോക്സ് എന്ന് പറയുന്നതിന് മാറി നമുക്ക് പെൻഡിങ് പേയ്മെന്റ് എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് വന്ന് എടുക്കാം. അപ്പൊ അതുവരെ ഔട്ട് ബോക്സിൽ നമുക്ക് എടുത്ത് നോക്കാമായിരുന്നു. ഫയല് ഔട്ട് ബോക്സ് എടുത്ത് നമുക്ക് അവിടെ ഫയൽ നെയിം കാണാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. ഇപ്പോ നമുക്ക് എയുടെ ഭാഗത്ത് നിന്ന് അപ്രൂവൽ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇനി അത് ഔട്ട് ബോക്സിൽ കാണില്ല. അടുത്തത് കാണുക പെൻഡിങ് പേയ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഫയൽ നമ്പർ കാണാനുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോ ഫയൽ പെൻഡിങ് പേയ്മെന്റിൽ വന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ഫീസ് എന്ന് പറയുന്ന സെക്ഷനിൽ എത്തിയപ്പോൾ അവിടെ പെർമിറ്റ് ഫീസ് അടയ്ക്കാനുള്ള, ഓൾറെഡി ഞാൻ 30 രൂപ അടച്ചിരുന്നു. അടുത്തത് പെർമിറ്റ് ഫീസ് ഇത്രയാണ് അടയ്ക്കേണ്ട, പേ നൗ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാം. പ്രപ്പോസൽ ഫ്ലോ എന്ന് പറയുന്ന കാര്യം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഓൾറെഡി നമുക്ക് ഔട്ട് ബോക്സിൽ ഫയൽ എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുമല്ലോ, ആരെ കയ്യിലെത്തി ഫയല്, ഇപ്പോൾ ഓവർസിയർ എയിലേക്ക് പോയി, അപ്രൂവ് തന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ ഔട്ട് ബോക്സിലാണ് നമ്മൾ എടുത്ത് നോക്കുക. ഇപ്പൊ നമുക്ക് ഔട്ട് ബോക്സിൽ നിന്ന് നമുക്ക് പെൻഡിങ് പേയ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്ന് കിടക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെ നോക്കാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രപ്പോസൽ ഫ്ലോ ആണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കേണ്ടത്. ഓക്കെ, പ്രപ്പോസൽ ഫ്ലോ എടുത്ത് അതിൽ ഈ പറയുന്ന ഷോ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. എഞ്ചിനീയറുടെ ഭാഗത്ത് നിന്ന് ജോസഫ് കെ എന്ന് പറയുന്ന സാറിന്റെ അടുത്തേക്കാണ് സെക്ഷൻ ക്ലർക്കിന്റെ അടുത്തേക്ക് പോയത്. അവിടുന്ന് ഉമ്മർ PM എന്ന് പറയുന്ന ഓവർസിയർ അടുത്തേക്കാണ് അടുത്തത് ആ ഫയൽ പോയത്. അതിനുശേഷം എയുടെ അടുത്തേക്ക് ഫയൽ എത്തി. അപ്പോൾ അടിയിൽ കൊടുത്തിരിക്കുന്നത് ജോസഫ് കെ എന്ന് പറഞ്ഞ സാറ് ഫോർ സൈറ്റ് ഇൻസ്പെക്ഷന് ആൻഡ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വിട്ടു. ഓവർസിയർ സൈറ്റ് കണ്ടതിന് ശേഷം അപ്രൂവലിന്റെ ഫോർവേഡിങ് ചെയ്തു. അടുത്തത് ലാസ്റ്റ് എയുടെ ഭാഗത്തേക്കാണ് എത്തിയത്. ആണ് ഫൈനൽ. ഇതിപ്പോ ചെറിയ പ്ലാൻ ആയതുകൊണ്ട് ആണ് അപ്രൂവൽ തരേണ്ടത്. അപ്പൊ അവിടുന്ന് അപ്രൂവൽ തന്നിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ സിഗ്നൽ കാണുന്നു. അപ്പോ നമ്മുടെ സ്റ്റേജ് ഏതുവരെ എത്തി എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കേണ്ട കാര്യം. ഇനി നമ്മൾ അടുത്തത് പേയ്മെന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഫീസിന് നമ്മൾ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പല മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതിൽ ഞാനിപ്പോ ഗൂഗിൾ പേ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അപ്പൊ അതില് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പല മെത്തേഡ്സുകളുണ്ട് നമുക്ക് എടുക്കാനായിട്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് മെത്തേഡ് തോന്നുന്നു ആ മെത്തേഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി എമൗണ്ട് ഒക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, മൊബൈൽ ബാങ്കിങ്, വാലറ്റ്, പല മെത്തേഡുകളുണ്ട്. അപ്പൊ നമുക്കൊന്ന് നെക്സ്റ്റ് പ്രൊസീഡിംഗിലേക്ക് കിടക്കാം. നമുക്ക് പേയ്മെന്റിന്റെ ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോ വാലറ്റ് എടുക്കുകയാണ്. ഞാൻ ഗൂഗിൾ പേ വഴിയാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, മൊബൈൽ ബാങ്കിങ്, എല്ലാ മെത്തേഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് വാലറ്റ് സെലക്ട് ചെയ്തു, പേയ്മെന്റ് കൊടുത്തു. ദെൻ എമൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തു. 496 ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഭീം UPI എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. UPID ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് സെലക്ട് ചെയ്തു. ദെൻ UPID എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനിപ്പോ എന്റെ UPID ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്റെ UPID ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു.
അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ നോക്കുക. മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ഗൂഗിൾ പേയിലേക്ക് എന്ത് വന്നിട്ടുണ്ടാവും, റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. നമുക്ക് വന്നിട്ടുണ്ട് പേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഞാനത് നോർമലായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് അർബൻ അഫയേഴ്സിലേക്കാണ് പേയ്മെന്റ് പോവുക. 496 ഞാൻ പേയ്മെന്റ് ചെയ്യുകയാണ്. സോ പേയ്മെന്റിന്റെ പ്രൊസീജിയർ ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞു. ഈ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ പെയ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് സ്ക്രീനിൽ വരുന്നത് കാണാം. സോ പേയ്മെന്റ് പ്രൊസീജിയർ സക്സസ് ആയി. ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞത് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ആയി. പേയ്മെന്റ് പ്രൊസീജിയർ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ. സോ ഇപ്പൊ നമ്മുടെ ഫയല് പെൻഡിങ് പേയ്മെന്റ് എന്ന് പറയുന്ന അതിൽ നിന്ന് മാറിയിട്ടുണ്ട്, അവിടുന്ന് കാണാനില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത് അപ്രൂവ്ഡ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. അപ്പോൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേവിടെ അപ്രൂവ്ഡ് ഫയൽസിൽ വന്ന് കിടക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പെർമിറ്റ് ഫീസ് അടച്ചു, അപ്പോൾ അപ്രൂവ്ഡ് ആയി, പെർമിറ്റ് ഇഷ്യൂഡ് ആയി എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫീസ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പേയ്മെന്റ് പെയ്ഡ് എന്ന് കാണിക്കുന്ന റിസീപ്റ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രിന്റ് അടിക്കാം. ഓക്കെ. ഇനി നമുക്ക് റിപ്പോർട്ടിൽ നമുക്ക് അപ്രൂവൽ ലെറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർമിറ്റ് അവിടെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതാണ് നമ്മുടെ പെർമിറ്റ് നമ്മൾ പ്രിന്റ് അടിച്ച് എടുത്ത് വെക്കേണ്ടത്. ഇപ്പൊ നമ്മൾ അടിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നമുക്കിവിടെ സിഗ്നേച്ചർ വന്നിട്ടില്ല, ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുത്തിട്ടില്ല. അപ്പൊ അതൊന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളോ 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടിക്ക് ഇപ്പൊ ഗവൺമെന്റിൽ നിന്നുള്ള അപ്രൂവ് ചെയ്തെന്ന് പറയുമ്പോൾ ടിക്കിന് പകരം ഒരു സിഗ്നേച്ചറിന് പകരം ഒരു റൈറ്റ് കാണാൻ സാധിക്കും അല്ലെ. അത്തരത്തിലുള്ള റൈറ്റ് ഇവിടെ പേരിന്റെ കൂടെ കാണാൻ സാധിക്കും. അതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോ പെർമിറ്റ് ഇതാണ്, പക്ഷെ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ കൂടി കിട്ടിയതിനു ശേഷം വേണം നമ്മളത് പ്രിന്റ് എടുക്കാനായിട്ട്. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ നമ്മുടെ അപ്രൂവ്ഡ് ഫയൽസിൽ നമ്മുടെ ഫയൽ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കോമൺ അപ്ലിക്കേഷൻ ഫോം കൊടുത്തും ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ് കൊടുത്തും ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് കൊടുത്തും സ്ക്രൂട്ടിനിറ്റി കംപ്ലീറ്റ് ചെയ്തൊക്കെ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിച്ചു. ദെൻ ഫീസിൽ നമ്മൾ പേയ്മെന്റ് അപ്ലിക്കേഷൻ ഫീസും പെർമിറ്റ് ഫീസ് അടച്ചു നമ്മൾ ഡീറ്റെയിൽ ആക്കിയിട്ട് തന്നെ പറഞ്ഞു. പെർമിറ്റ് ഫീസ് അടച്ചപ്പോൾ ലാസ്റ്റ് വന്ന് എടുക്കുന്ന അപ്രൂവ്ഡ് ഫയൽസ് ആണ്. അതിൽ നമുക്ക് പെർമിറ്റ് നമുക്ക് റിപ്പോർട്ടിലെ അപ്രൂവൽ ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റ് കിട്ടും. ഡ്രോയിങ് PDF കാണണമെങ്കിൽ ഇവിടുത്തെ ഡ്രോയിങ് PDF എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സൈറ്റ് വിസിറ്റ് എന്ന ടാബ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇടയ്ക്കൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫോളോ അപ്പുകളൊക്കെ അറിയാം. ഫോളോ അപ്പുകൾ അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രപ്പോസൽ ഫ്ലോ എന്ന് പറയുന്നത് സൈറ്റ് വിസിറ്റ് ഡീറ്റെയിൽസ് ആണ്. സാറ് അതായത് ഓവർസിയർ അപ്രൂവ് ചെയ്തതാണ്. അപ്പൊ അതിൽ റിപ്പോർട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ എടുക്കുന്നുണ്ടായിരിക്കും. അപ്രൂവൽ ലെറ്റർ ആണ് നമ്മൾ കംപ്ലീഷൻ അതായത് പെർമിറ്റ് ആയിട്ട് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ നമുക്ക് അത് എടുക്കാം. അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഫോമും ഈ ഡ്രോയിങ് PDF നമ്മൾ ഡൗൺലോഡ് ചെയ്തിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ പെർമിറ്റ് ആണ്. ഓക്കെ, സ്ക്രൂട്ടിനിറ്റി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സൈറ്റ് വിസിറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെക്കിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് അടിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, പ്രപ്പോസൽ ഫ്ലോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ അപ്രൂവലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നു. എവിടെയൊക്കെ എത്തി എന്തൊക്കെ എത്തി എന്ന് അറിയാൻ നമുക്ക് പ്രപ്പോസൽ ഫ്ലോ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഫൈനലായിട്ടുള്ള അതിന്റെ പെർമിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് വേണം കരുതാനായിട്ട്. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടിക്ക് കാണും. അപ്പൊ നമുക്കത് പ്രിന്റ് അടിച്ച് കയ്യിലെടുത്ത് വെക്കാം. സോ നമ്മൾ ഒന്നും കൂടി പെർമിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. പെർമിറ്റ് ഒന്ന് പ്രിന്റ് അടിക്കാൻ നോക്കുകയാണ്. റിപ്പോർട്ടിലെ അപ്രൂവൽ ലെറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോ ഡിജിറ്റൽ സിഗ്നേച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്ന് എടുക്കുന്നുണ്ട്. അതിനർത്ഥം ഡിജിറ്റൽ സിഗ്നേച്ചർ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റൈറ്റ് കാണാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് കാണണമെങ്കിൽ നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫയല് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഡോക്യുമെന്റ്സിലോ നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള അക്രോബാറ്റ് റീഡർ അത് വെച്ചിട്ട് നമ്മൾ ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓപ്പൺ വിത്ത് അക്രോബാറ്റ് റീഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മളൊന്ന് ഈ PDF ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് വന്നാൽ നമ്മൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ അതിൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ലോഡിംഗ് ഒക്കെ കാണിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പെർമിറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ക്ലയൻസിന് നമുക്ക് പ്രിന്റ് അടിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് പെർമിഷൻ എടുക്കുന്ന വരെയുള്ള പ്രൊസീജിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഇനീഷ്യലി നമ്മളൊരു അപ്ലിക്കേഷൻ കൊടുക്കുന്ന തൊട്ടിട്ട് അവസാനം പെർമിറ്റ് കിട്ടുന്ന വരെയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ നമ്മളോട് ഡിസ്കസ് ചെയ്തു. പലർക്കും IBPM ചെയ്യുമ്പോഴും ഇപ്പോഴൊക്കെ പല ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും.
പറയാൻ പറ്റുന്നതൊക്കെ നമ്മൾ കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം. അല്ല അടുത്ത വീഡിയോസിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇതിന്റെ ഒരു വരുന്ന എറേസും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് വീഡിയോസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഒരു പ്ലാൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ IPMS വരച്ച് എങ്ങനെ അത് സബ്മിറ്റ് ചെയ്യാന്നുള്ളതിന്റെ കംപ്ലീറ്റ് വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ പാർട്ടുകളും നമ്മൾ 1 തൊട്ടിട്ട് 6 പാർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ വരെ. ഇത് 6ാമത്തെ വീഡിയോ ആണ്. അപ്പൊ എല്ലാ വീഡിയോസും വളരെ കൃത്യതയോടെ നിങ്ങൾ കാണുക, വളരെ ക്ഷമയോടെ നമ്മൾ സബ്മിഷന് വരെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണുക. ദെൻ ആഫ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ വൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനം കിടക്കുന്ന ഫയൽ അപ്രൂവ്ഡ് ഫയൽസിലായിരിക്കും കിടക്കുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്രൂവ്ഡ് ഫയൽ എടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പെടുത്താണ്, നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിലും ശ്രദ്ധിക്കേണ്ടതാണ്. പാസ്വേഡൊക്കെ കുറച്ച് സ്ട്രോങ് ആക്കി വെക്കാൻ ശ്രമിക്കുക. പാസ്വേഡും യൂസർ നെയിമും അതുപോലെ തന്നെ റിക്കവറിക്കുള്ള മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്ത് വെച്ചേക്കുക കേട്ടോ. എന്തെങ്കിലും രീതിയിലുള്ള റിക്കവറി ആവശ്യങ്ങൾ വന്നാൽ ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കേണ്ടി വരും. അപ്പോൾ പാസ്വേഡ് യൂസർ നെയിം ഒക്കെ നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് യൂസർ നെയിം തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആവശ്യമുള്ളവരിലേക്ക് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ IPMSന്റെ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.